ഗൈസ്, വെൽക്കം ബാക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് നിൽക്കുന്നത് എറണാകുളം കടമക്കുടിയാണ്. ഇന്ന് ഡിസംബർ 24, അതായത് നാളെ. ഇന്ന് രാത്രിയാണ് നമ്മുടെ ക്രിസ്മസ് ആഘോഷം. അപ്പോൾ നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ഇന്ന് ഇവിടെ വച്ചാണ്. അതായത് എറണാകുളം കടമക്കുടിയിലാണ് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം. അപ്പം ഇതൊരു ഐലൻഡാണ്. അതായത് ഇതിൻ്റെ 4 സൈഡും വെള്ളമാണ്. ഈ വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ ഐലൻഡ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിന്നൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ എത്തി. ഇന്ന് രാത്രിയാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി സ്ഥലമൊക്കെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. പൈസ അതുപോലെ തന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ ഈ ഇവിടെയൊക്കെ ഈ മീൻ വളർത്തലാണ് മെയിൻ. ഇവിടെ ഫുള്ള് കായലാണ്. ഞാൻ ജസ്റ്റ് തിരിച്ചൊന്ന് കാണിച്ചു തരാം. അല്ലേ, ഇതിപ്പം റോഡ്. ഈ റോഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കായൽ കറങ്ങി ഇതേ പാലം കണ്ടില്ലേ? പാലം അവിടെ ഇതെവിടെ പാലം. അത് കഴിഞ്ഞ് ഇവിടെ വെള്ളം ഇവിടെ ചുറ്റും വെള്ളമാണ്. ഇത് ചുറ്റും വെള്ളം. നമ്മൾ നടുക്കത്തെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഭയങ്കര നല്ല സ്ഥലമാണ് ഇവിടെ. നല്ല വൈബ് സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ സൈഡിൽ പാർക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനകത്ത് കയറി ഒന്ന് കളിക്കാം ഗൈസ്. പിന്നെ സൈക്കിളുണ്ട്. ഇത് നല്ല ഫാസ്റ്റുള്ള സൈക്കിളാണ്. നമ്മൾ ചുമ്മാ കാല് വെച്ചാൽ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ ആയിരുന്നു ഞാൻ പെട്ടെന്ന് വെയിറ്റ് പറയായിരുന്നല്ലേ. എന്നും രാവിലെ ഇവിടെ ഇരുന്നാൽ മതി. ഇല്ലെങ്കിൽ വീട്ടിലതൊക്കെ വാങ്ങിച്ച് വയ്ക്കണം. ഹലോ, വീഡിയോ എടുത്തോണ്ടോ? എന്നെ കിട്ടിയാൽ വേറെ ഏതെങ്കിലും ചാനലിൽ വരുമായിരിക്കും. അടുത്ത് നെക്സ്റ്റ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് അത് കാല് മാത്രമേ കിട്ടൂ. നമ്മുടെ ഈ കാല് 2 മസിൽ മാത്രമേ പിടിക്കും. ഇത് വയ്ക്കുമ്പം നമുക്ക് 2 കാലും കിട്ടും, ഈ 2 കൈയും. എന്താ ഓക്കെ. ഇതെങ്ങനെയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല. ഒഴിവെന്തോ ഒന്ന് തെറിച്ച് പോകുന്നതാണ്. പക്ഷെ നല്ല ബാലൻസിങ് ഉണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് സാധനം. ഒരുമിച്ചാക്കാൻ പറ്റുമോ? ഇല്ല, ഒരുമിച്ചാക്കി ഒഴിവെന്നാണ്. ഒരുമിച്ച് രസമല്ല, 2 കാര്യം തന്നെ. ഇങ്ങനെ ഇതും കാല് മസിൽ തന്നെ. 2 കാലും പിടിക്കുന്നുണ്ട്. നിനക്ക് ഇറങ്ങട്ടെ. ഇതെങ്ങനെ? ഓ, മറ്റേത് അത് കൊള്ളാം. ഓക്കെ ഗൈസ്, ഇത് ഞാൻ നേരത്തെ എന്തിനാണെന്ന് മനസ്സിലായി. ഞാൻ വിചാരിച്ചു മറ്റേ 2 സൈഡ് ഇങ്ങനെ 2 പേര് നാക്കണ സാധനമാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായേ. എന്താ കാലിൻ്റെ ഇവിടത്തേക്ക് ഉള്ളത്, ഇവിടുത്തെ മസിൽ വേർപിടിക്കും. പക്ഷേ ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. എല്ലാവരും വീഡിയോ എടുത്തോണ്ടാണ്. ഇത് കൊള്ളാം. അമ്മീ, ഇത് കിട്ടില്ല സാധനമാണ്. നീ ഫ്രണ്ടി വാ. അയ്യോ, ഇരിക്കുമ്പോൾ തന്നെ ഈ സാധനം പൊങ്ങും കേട്ടോ. ഓ, അത് കൈ നല്ല പിടി. അപ്പോ 1 2 3 അപ്പോ 4 5 6 7 8 9 10 11 12 മതി. ഇനി കുറച്ച് കഴിയുമ്പോൾ കൈയൊക്കെ കയറി പിടിക്കും. ഇപ്പം നല്ല സുഖമായിരിക്കും. നീ അപ്പുറത്ത് സാധനം ആരും കണ്ടില്ലേ? വാ. എവിടെ? ഓ, ആവശ്യം 2 ഒന്നായിരിക്കും. ഓ ശരിയാണ്. ഇത് നമ്മൾ അത് ഡൗണും ഇത് അപ്പോൾ അല്ലേ. നമ്മളിങ്ങനെ നമ്മളെ വെയിറ്റിന് നമ്മളെടുത്ത് പൊക്കണം. അപ്പോൾ ഇത്രയ്ക്ക് വെയിറ്റ് ഉണ്ടായിരുന്ന മറ്റേ സിമ്പിളായിരുന്നു. എന്താണ് പറയണ്ട, വെയിറ്റ് കുറയ്ക്കണമെന്ന്. മതി. ഇതെത്ര? 1.5 കിലോ. 1.5 കിലോ ഉണ്ട്. നല്ല കൊണ്ടേ കൂടെ നോക്കുമോ? അല്ല, ഞാൻ വെയിറ്റ് എടുക്കാൻ പറ്റുമോ നോക്കിയത്. ഇല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തിരിക്കും സാധനം.
15 ഉണ്ട്. തലേണയും കൂടെ തന്നിരുന്നെങ്കിൽ നല്ല സുഖം ഉണ്ടായിരുന്നു കിടക്കാൻ. വല്ലതുണ്ടെങ്കിൽ ഞാൻ വിളിക്കുവേ, ക്യാമറ അറിഞ്ഞിട്ട് ഓടി വന്നാൽ മതി. അയ്യോ ആ ഒരു ബാലൻസിങ് ഇല്ല, ബാലൻസ് ചെയ്ത് പിടിക്കട്ടെ. ഇല്ലേ ഇതിന്റെ പിടുത്തം എവിടെ? ഒന്നിവിടെ ഒന്നിവിടെ അല്ലേ? ഇവിടെ എവിടെ വേണം പിടിക്കാം. ഈ സാധനത്ത് ആദ്യം അഗ്രിപ്പിൽ എവിടെ വേണം പിടിക്കാം. എന്നാൽ ഇതിനൊരാട്ടം. കയറി കയറി കുളത്തേക്ക് കയറി. അയ്യോ അയ്യോ അമ്മേ, എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഇതെന്തൊരു സാധനം? കുരുട്ടി കളിക്കാനാ? Come on, up, 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 up. You can. Come. അതിനെ ഞാനും വേണം. ഫുള്ള് ഇങ്ങനെ ബാലൻസ് ചെയ്യില്ല. ഒരാൾ സപ്പോർട്ട് ചെയ്തെന്നാൽ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ കറക്റ്റ് അല്ലേ? അതാണ് ജിമ്മിൽ ഇപ്പൊ നമുക്കൊരു സപ്പോർട്ടർ വേണമെന്ന് പറഞ്ഞത്. ഓ അത് പെട്ടെന്നാണ്. മറ്റേ ബാക്ക് ചെയ്ത് നോക്ക്. പറ്റി മതി. അതെ നല്ല സ്പീഡിൽ ഓടി. അവിടെ നിന്നുണ്ട് ബണ്ടിലേട്ടിരിക്കുന്നു. അതും കമ്പും സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി. കണ്ട മീനിട്ടിരിക്കുന്നു തോന്നുന്നു. മുള വെച്ച് വലയൊക്കെ ഇട്ടിരിക്കും. ഗൈസ് ഇതാണ് കടമക്കുടി ചർച്ച്. നമ്മൾ വന്ന ചർച്ച് നമ്മുടെ ഈ കായലിന് തൊട്ട് കരയിലായിട്ട് ഇങ്ങനെ കയറി ഇതാണ്. അപ്പോൾ ഈ പള്ളിയിലാണ് നമ്മളിന്ന് രാത്രി ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വന്നിരിക്കുന്നു. ഹാഹാ, ഈ ഫാനൊക്കെ കൊണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിന്നപ്പോൾ എന്തൊരു ആശ്വാസം. എന്തൊരു ചൂടായിരുന്നു അവിടെ. ഗൈസ് അപ്പോൾ ഇതാണ് അവിടെ ചെയ്ത പുൽക്കൂട്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ പുൽക്കൂട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളും കൂടെ ചേർന്ന് കുറച്ച് ലൈറ്റൊക്കെ ഇട്ട് പുൽക്കൂട് കുറച്ച് നന്നായിട്ട് അലങ്കരിച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സ്വരൂപം വെച്ചില്ല, വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പള്ളിയുടെ അകം വരുന്നത്. ഇതൊക്കെ അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഈ മേളത്തെ ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത് അകത്ത് തന്നെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വളരെ നന്നായിട്ട് തന്നെ അകത്ത് ഫുൾ അവർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് അതുപോലെ തന്നെ ഇത് അവിടുത്തെ ഒരു വെറൈറ്റി സാധനമായിരുന്നു. അതായത് നമ്മുടെ അവിടുത്തെ കുറച്ച് കുടുംബാംഗങ്ങളുടെയൊക്കെ ഫോട്ടോ ശേഖരിച്ച് അത് ഒരു എക്സ്മസ് ട്രീയിൽ തൂക്കി അവർ പള്ളിക്കകത്ത് ചെയ്തിരുന്നതാണ്. ഇതാണ് നമ്മുടെ ആ പള്ളിയിൽ നിലവിലെ ഇടവക വികാരിയുടെ ഫാമിലിയുടെ ഫോട്ടോ. അച്ഛൻ്റെ അച്ഛനും അമ്മയും ബ്രദറും അവരുടെ ഫാമിലിയായിട്ടുള്ള ഒരു ബ്രദറിൻ്റെ കൊച്ചിൻ്റെ ജ്ഞാനസ്ഥാനം എടുത്ത ഫോട്ടോ. അതുപോലെ തന്നെ പള്ളിയുടെ പുറത്ത് അവിടുത്തെ ഇടവക ജനങ്ങൾ യൂണിറ്റുകാർ മത്സരത്തിനായിട്ട് ചെയ്ത എക്സ്മസ് ട്രീകളുണ്ടായിരുന്നു. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് 4 എക്സ്മസ് ട്രീകൾ അവിടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല രീതിയിൽ തന്നെ അവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നു. അത് അവരുടെ വീടുകളിൽ വെച്ചിരുന്നു നടത്തിയിരുന്നത്. അതുപോലെ ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ വൈകുന്നേരം ഒരു വെറൈറ്റി പ്രോഗ്രാം ഉണ്ടായിരുന്നു. നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു പുൽക്കൂട് അവിടെ ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കിട്ടില്ല, നല്ല റിയലിസ്റ്റിക് സാധനമായിരുന്നു. ജസ്റ്റ് നമുക്കൊന്ന് കണ്ടല്ല.
വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടി പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു ആ പ്രോഗ്രാം. വളരെ നല്ല പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലെ അച്ഛൻ കുട്ടികളെ വൈകുന്നേരം കളിക്കേണ്ട ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണ് ഫുള്ള് ലീഡ് ചെയ്യണത്. ഇതൊക്കെ ഇപ്പോൾ തുടങ്ങി വൈകുന്നേരം കളിക്കുന്ന ഡാൻസ് പ്രോഗ്രാമാണ്. അച്ഛൻ നല്ല രീതിയിൽ തന്നെ കുട്ടികളുടെ കൂടെ നിന്ന് തന്നെ വൈബായിട്ട് തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്. അച്ഛൻ ഇതിനു മുമ്പ് ഇവരുടെ കൂടെ ഡാൻസ് കളിച്ച വീഡിയോസൊക്കെ വൈറലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാത്തിരുന്ന കാലമായി ഓർത്തിരുന്ന മോദമായി ദൈവപുത്രനീനാമിൽ പിറക്കുമെന്ന് ഇസ്രായേൽ ജനത അറിഞ്ഞിരുന്നു. സാന്താക്ലോസ് വരവായി ഒരു സ്നേഹഗീതം പാടി, സ്നേഹത്തിൻ സമ്മാനം കൊണ്ടുവരും ഈ പാപ്പ. തപ്പു തട്ടി പാടിടും, മേളം മുടിയാടിടും, തപ്പുതാളം ചേർത്ത് വെച്ച് ദൈവഗീതം പാടിടും. തപ്പു തട്ടി പാടിടും, മേളം മുടിയാടിടും, തപ്പുതാളം ചേർത്ത് വെച്ച് ദൈവഗീതം പാടിടും. മധുരമൊരു പാട്ട് പാടും, കയ്യിലൊരു ഗിഫ്റ്റ് തരും. മധുരമൊരു പാട്ട് പാടും, കയ്യിലൊരു ഗിഫ്റ്റ് തരുമേ. ഞാൻ ഇത്തിരി സംശയമുണ്ട്. ബ്രദറെ അല്ല, ബ്രദറല്ല, സാന്താക്ലോസേ, നമ്മളും ബ്രദറെ കണ്ട എന്താണ് മിണ്ടാത്? ശരിക്കുള്ള സാന്താക്ലോസിന്റെ മുക്കിയല്ലേ? ഓക്കെ, നമ്മുടെ സാന്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ അജിം ബ്രദറാണ്. മുഖം കാണിക്കണ എല്ലാവർക്കും സാന്റാക്ലോസിന്റെ എല്ലാവിധമായ ക്രിസ്മസ് ആശംസകളും നേർന്നുള്ളൂ. ബ്രദർ ഒരു പ്രാവശ്യം കളിച്ചു നോക്കിയുള്ളു, എന്നിട്ട് ഇവരോടൊപ്പം പഠിച്ചെടുത്താണ്. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദർ. ആൻഡ് ഹി ആൾസോ എൻ്റെ മാത്രമല്ല, ഇപ്പോൾ ആ ഇടവകക്കാരുടെ മൊത്തം ബ്രദറാണ് അവൻ. അവനിപ്പോൾ സെമിനാരിയിൽ അച്ഛൻ പട്ടത്തിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ +2 കഴിഞ്ഞ് പോയി. ഏകദേശം 5 വർഷമായി അവൻ പോയിട്ട്. അപ്പോൾ ഇനി ഒരു 5-6 വർഷം കൂടെ അവന് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പോൾ ഒരു പള്ളിയിൽ റീജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പള്ളിയിൽ അവൻ റീജൻസി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 1 വർഷം കൂടെ റീജൻസി, അങ്ങനെ കുറച്ച് കടമകൾ കൂടെ കടന്ന് പോകുമ്പോൾ അവനൊരു പ്രീസ്റ്റായിട്ട് മാറുന്നതാണ് ഗൈസ്. അതുപോലെ തന്നെ അവിടെ വേറെയും ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലാ പ്രോഗ്രാംസിൻ്റെയും വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. Zimam bing bing boo, sustain se, touch the chati se. Zimam bing bing boo, sustain se. Par hai neeli kaun kase, 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 kaun kase.
ഓക്കെ ഗൈസ്, ഇപ്പോൾ തന്നെ വീഡിയോ നമ്മൾ 15 മിനിറ്റ് അടുപ്പിച്ചിട്ടുണ്ട്. വീഡിയോ വളരെ ലെങ്തായി പോകുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഈ ഒരു പാർട്ടായിട്ട് ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഈ ക്ലിപ്സൊക്കെയാണ് വേണ്ടത്. നമ്മളത് കഴിഞ്ഞിട്ട് നേരെ ഫോർട്ട് കൊച്ചി, വല്ലാർപ്പാടം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി അടിച്ച് പൊളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചത്തേക്ക് ഫുഡൊക്കെ നല്ല നൈസ് ഫുഡായിരുന്നു. നമ്മുടെ ഫുഡിൻ്റെ കൂടെ വൈന്, കേക്ക്, അങ്ങനത്തെ, അതായത് ഒരു വീട്ടിലിട്ട 3 വെറൈറ്റി വൈൻ അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരുപാട് സ്ഥലത്ത് അടിച്ച് കറങ്ങി. അതെല്ലാം ആ വീഡിയോ എല്ലാം അടങ്ങുന്ന പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ വീണ്ടും നല്ല ലെങ്ത് ആയി പോകുന്നുള്ളതുകൊണ്ട് നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം. ബൈ ബൈ.